മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള വട തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. ഈ എണ്ണ ചൂടാകാനായിട്ട് അനുവദിക്കണം. ഈ സമയം ഒരു മിക്സർ ജാറിൽ മുളപ്പിച്ച ചെറുപയറും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും എടുക്കുക. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത ചേരുവകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയിലയും ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പരുവത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്പം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കൂട്ടിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുക്കുക. ഇത് നന്നായി ഉരുട്ടി വട്ടത്തിലാക്കുക. എന്നിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ട് ഇതൊരു വട ഷേപ്പിൽ ആക്കുക. ഇതിനി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിൽ ഇട്ട ഉടനെ മറച്ചിടരുത്. ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചെറുതായിട്ടൊന്ന് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ മാത്രം മറച്ചിടുക. രണ്ട് സൈഡും മറച്ചിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വട തയ്യാറാണ്. വൈകുന്നേരം ഒരു സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. തണുത്ത ശേഷം കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ അല്പം ടൊമാറ്റോ സോസ് കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.